ടി20 ലോകകപ്പ് സ്വന്തമാക്കിയതിന് പിന്നാലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജഡേജയും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. മൂവരും കളമൊഴിയുന്നതോടെ യങ് ഇന്ത്യയെ ഇനി ആര് നയിക്കുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. രോഹിത് ഒഴിയുന്നതോടെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇന്ത്യക്കുണ്ട്. ശുഭ്മാൻ ഗില്ല്, അതേപോലെ ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നിവരെല്ലാം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നതാണ്. ഇവരെല്ലാം ഓപ്പണിംഗ് സ്ഥാനത്ത് കഴിവ് തെളിയിച്ചവരുമാണ്. 2021 ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ക്യാപ്റ്റൻ ഓയൻ മോർഗൻ കളമൊഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അവർ മികച്ചൊരു ക്യാപ്റ്റനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ 2015 മൈക്കിൾ ക്ലാർക്ക് കളമൊഴിഞ്ഞ ശേഷം പാറ്റ് കമ്മിൻസ് വരുന്നതുവരെ ഓസ്ട്രേലിയയും ഒരു ക്യാപ്റ്റനെ കണ്ടെത്താൻ വിഷമിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നില്ല. കാരണം അന്താരാഷ്ട്ര മത്സരങ്ങളിലും IPLലും ക്യാപ്റ്റൻസിയിൽ മികവ് പുലർത്തിയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ തന്നെയാവും ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റൻ. 16 മത്സരങ്ങളിൽ അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരുന്നു. അതിൽ 10ലും ടീം ഇന്ത്യ വിജയിച്ചിരുന്നു. കൂടാതെ IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെ വളരെ മികവോടെ അദ്ദേഹം നയിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ IPLൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഹാർദിക്കിനെതിരെ ഫാൻസിൻ്റെ രോഷം ശക്തമായിരുന്നു. എന്നാൽ ലോകകപ്പ് ഫൈനലിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഹാർദിക്കിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കാരണമാകുമെന്നുറപ്പാണ്. അങ്ങനെ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ക്യാപ്റ്റൻസിയിലേക്ക് എത്തുമ്പോൾ കോച്ചായി ഗൗതം ഗംഭീറും ഉണ്ടാകും. തലപ്പത്ത് പുതിയ ആളുകൾ വരുമ്പോൾ എന്തു മാറ്റമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം.